8ാം ക്ലാസ്സുകാരിയെ കൊണ്ട് അമ്മയുടെ സ്വർണം മോഷ്ടിപ്പിച്ചു 2 ബിരുദന്മാർ. രണ്ടുപേരെ പൂജപ്പുര പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. തമ്മല സ്വദേശി സന്ദീപ് 20 വയസ്സേ ഉള്ളൂ. ബാലരാമപുരം ആറാലുമൂട് സ്വദേശി നിരഞ്ജൻ, അവനും 20 വയസ്സ്. രണ്ടുപേരും വിളവന്മാരാണ്. അവർ ഇൻസ്റ്റഗ്രാമിൽ കൂടെ 8ാം ക്ലാസ്സുകാരിയെ പരിചയപ്പെട്ടു. പൂജപ്പുര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഒരു പെൺകുട്ടി. അവള് 13-14 വയസ്സേ ഉള്ളൂ. അവളുമായിട്ട് ചാറ്റ് ചെയ്തു, ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയം പുതുക്കി. അതിനുശേഷം പതുക്കെ പതുക്കെ അവളെ പല സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കാം, അങ്ങനെ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. 8ാം ക്ലാസ്സുകാരിയാണ്, സുഖമായിട്ടിരുന്ന് മൊബൈൽ എപ്പോഴും യൂസ് ചെയ്യുന്ന കുട്ടിയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ അവരെ എറണാകുളത്ത് കൊണ്ടുപോകാം, വണ്ടർല ഒക്കെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വിടാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ ഓരോ ആഭരണങ്ങൾ എടുക്കും, പെൺകുട്ടി എടുത്ത് കൊടുക്കും. വണ്ടർല കാണിക്കാൻ കൊണ്ടുപോകുമല്ലേ, കൊച്ച് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എറണാകുളമൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം, ആരും അറിയില്ല എന്ന് വിചാരിച്ചു. അമ്മയുടെ സ്വർണ്ണാഭരണം പതുക്കെ പതുക്കെ എടുത്ത് ഇവന്മാർക്ക് കൊടുക്കും. അങ്ങനെ 12 പവൻ എടുത്തു കൊടുത്തു. അപ്പം തന്നെ 8-9 ലക്ഷം രൂപ അവന്മാരുടെ കൈ വന്നു. അതിനുശേഷം അവന്മാര് രണ്ടുപേരും ഓരോ ബൈക്ക് എടുത്തു. പിന്നീട് ഒരു ഓട്ടോറിക്ഷ ഓടാൻ കൊടുത്തു. അതിൽ നിന്നൊരു വരുമാനമായല്ലോ. അപ്പം പണം 8-9 ലക്ഷം രൂപ കിട്ടി. അതുകൊണ്ട് ഒരു പുതിയ കാർ കൂടെ അങ്ങ് ബുക്ക് ചെയ്തു, അതിന് അഡ്വാൻസ് കൊടുത്തു. ഏതായാലും ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതിന് മോഹമുണ്ട്, നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു മോഷണം നടത്തുന്ന പെൺകൊച്ചും ഇവർ 3 പേരും കൂടെയാണ്. അങ്ങനെയാണ് അവന്മാർ പണക്കാരായി. പെൺകുട്ടി ഇതെടുത്തു കൊടുത്തെങ്കിലും എറണാകുളത്ത് വണ്ടർല കണ്ടില്ലല്ലോ. അമ്മയുടെ സ്വർണ്ണാഭരണം രഹസ്യമായിട്ട് എടുത്തു കൊടുത്തു. ആരാന്ന് അമ്മ അത് അന്വേഷിക്കുമ്പോൾ അമ്മ ഇവക്ക് കൈമലർത്തും, ഞാൻ അറിഞ്ഞില്ല എന്നല്ലേ പറയുള്ളൂ. കൊച്ചു 8ാം ക്ലാസ്സിലല്ലേ എത്തിയേ ഉള്ളൂ. ഏതായാലും കഴിഞ്ഞ ദിവസം വീടിൻ്റെ അവിടെ രാത്രിയിൽ യുവമാർ വന്നു. വീടിൻ്റെ പരിസരത്ത് ബൈക്ക് വെച്ചു. ഈ കുട്ടിയെ വിളിച്ചിറക്കി നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അവിടുന്ന് ട്രെയിനിൽ എറണാകുളത്തെത്തി. വണ്ടർലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ രാത്രി മുതൽ കൊച്ചിനെ കാണാനില്ല എന്ന് മാതാപിതാക്കൾ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. കുട്ടിയുടെ മൊബൈൽ ഫോണിനകത്തുള്ള വിവരങ്ങളൊക്കെ പോലീസ് ചോർത്തി. അങ്ങനെയാണ് 2 ബിരുദന്മാരുമായിട്ട് വണ്ടർല കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. പെൺകുട്ടിയെയും അവരെ അവിടുന്ന് പോലീസ് നീക്കം ചെയ്തു. രണ്ടവന്മാരെ അറസ്റ്റ് ചെയ്തു. കഥകൾ ഓരോന്നോരോന്ന് പുറത്തേക്ക് വരുന്നു. 2 പേരെയും പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തു. 2 റിമാൻഡിലായിരുന്നു. വീട്ടുകാർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ കൂടെ യുവമാരുമായിട്ട് ചങ്ങാത്തം ഉണ്ടെന്ന്. അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു വിറ്റുകൊണ്ടിരുന്നു. അത് മിസ്സിങ്, എന്ത് സംഭവിച്ചു എന്നുള്ള വീട്ടുകാർ അന്വേഷണത്തിലാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടി ഒരിക്കലും ഇതൊന്നും ചെയ്യൂല, പുന്നാര മോളല്ലേ. പക്ഷേ ഇപ്പൊ എറണാകുളത്ത് നിന്നാണ് കണ്ടെത്തിയത്. പൂജപ്പുര പോലീസ് ഇപ്പം അവരെ 2 പേരെ അറസ്റ്റ് ചെയ്തു. എങ്കിലും അതിനകത്ത് ഏത് രീതിയിലുള്ള നടപടിയാണ് പൂജപ്പുര പോലീസ് ചെയ്യുന്നതെന്ന് വ്യക്തതയില്ല. കാരണം തൽക്കാലം ആ കുട്ടിയുടെ മൈനർ ആയതുകൊണ്ട് അതിനെ ഏതെങ്കിലും രീതി പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. നടത്തണം, തീർച്ചയായിട്ടും മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം. പോക്സോ കേസിനകത്ത് പ്രതിയാവും അവന്മാർ. അങ്ങനെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ പെൺകുട്ടിയാണ്, മൈനറാണ്. ആ മോഷണത്തിൽ പങ്കുചേർന്ന മറ്റേ 2 പേര് അവർ മേജറാണ്. അപ്പം അതുകൊണ്ട് വകുപ്പുകൾ മാറും. അത് തന്നെയല്ല, ആ മോഷണം നടത്തി അത് വിറ്റത് എവിടെയാണ്, ഏതൊക്കെ കടയിൽ കൊണ്ടുപോയി വിറ്റു, എത്ര ലക്ഷം രൂപ കിട്ടി, കടയിൽ നിന്ന് ആ സ്വർണം റിക്കവർ ചെയ്യേണ്ടി വരും. അപ്പം കൊച്ചിനെ ചിലപ്പം പ്രതിയാക്കേണ്ടി വരും. കുട്ടിയാണ് എടുത്തു കൊടുത്തത്, പക്ഷെ ഇന്നസെന്റ് ആണ് കുട്ടി. അത് പോലീസിന്റെ യുക്തം അനുസരിച്ച് ചെയ്യാം. കൊച്ചിനെ ചോദ്യം ചെയ്യുമ്പോൾ അറിയാം വിവരങ്ങൾ. അതേസമയത്ത് കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ആക്കിയതേ പറ്റുള്ളൂ. കാരണം അവന്മാരുടെ കൂടെ കുറെ നാളത്തെ ബന്ധമാണ്. ആ രഹസ്യമായിട്ട് വീട്ടിൽ വരുന്നുണ്ട്, മാതാപിതാക്കൾ അറിയുന്നില്ല. എറണാകുളത്ത് എന്തായാലും ഇവരെ ഒപ്പം പോയിരിക്കുന്നു. രാത്രിയിൽ ഏത് ട്രെയിന് പോയി, എവിടാണ് ഇവർ നിന്നത്, എവിടെ എല്ലാം മുറിയെടുത്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ വലിയ പണക്കാരായല്ലോ. 2 പേർക്കും ബൈക്കായി, അവർക്ക് ഒരു ഓട്ടോറിക്ഷയായി. അത് നിത്യം ഓടാൻ കൊടുത്താൽ 10,000 രൂപ കിട്ടും. അങ്ങനെ ഒരു വരുമാന മാർഗവുമായി. പിന്നെ പുതിയൊരു കാറ്, സ്റ്റൈല് മാറിയല്ലോ, അതുകൊണ്ട് പുതിയ കാറ് ഒക്കെ ബുക്ക് ചെയ്തു, അതിനും പൈസയുണ്ട്.
ഏതായാലും ഇത് 8-9 ലക്ഷം രൂപ കൈ വന്നിരിക്കുന്നു എന്നാണ് കരുതുന്നത്. ഏതായാലും ഈ വാഹനങ്ങൾ പോലീസ് റിക്കവർ ചെയ്യണം. 2 വാഹനം എടുക്കണം, ഓട്ടോറിക്ഷയും റിക്കവർ ചെയ്യണം, കാറിന് കൊടുത്ത പണവും അവിടുന്ന് കണ്ടെടുക്കണം. എവിടൊക്കെയാണ് 12 പവൻ കൊടുത്തിരിക്കുന്ന ഇവര്? അത് സ്ഥിരമായിട്ട് ഇവരുടെ മോഷണ സാധനങ്ങൾ വാങ്ങുന്ന കടക്കാരനുണ്ടോ? 20 വയസ്സുള്ള കുട്ടികളാണ്. അങ്ങനെയുള്ളതൊന്നും വാങ്ങാൻ ഒക്കില്ല. അതിന്റെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരും കൂടെ ചേർന്ന് അത് വിൽക്കാനും അത് വാങ്ങാനും ഒക്കെ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏത് മഹാനാണ് ഈ 20 വയസ്സുകാരന്മാരുടെ നിന്ന് ഈ 12 പവന്റെ സ്വർണം വാങ്ങിച്ചത്? അതോ പല സ്ഥലത്ത് കൊടുത്തോ, അതോ പണയം വെച്ചോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസിന്റെ അന്വേഷണത്തിൽ വരണം. പോക്സോ കേസുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വകുപ്പുടെ ഇടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പ്രത്യേക ഒരു കേസ് കൂടെ എടുക്കേണ്ടി വരും. കുട്ടിയുടെ മൊഴി വാങ്ങിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മൊഴി വാങ്ങിച്ച് കേസെടുക്കേണ്ടി വരും. ഇതേ സംബന്ധിച്ച് വരുന്ന വിവരം അനുസരിച്ച് ഇതുവരെ ആ രീതിയിലേക്കുള്ള നടപടി പൂജപ്പുര പോലീസ് പോയിട്ടില്ല. പക്ഷേ മോഷണ സാധനങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കുന്ന നടപടികളും ആ രീതിയിലുള്ള ഒരെണ്ണം മാത്രമാണ് ഇപ്പം കേസെടുത്തെന്ന് മനസ്സിലാകുന്നത്. ഏതായാലും പൂജപ്പുര പോലീസിന് നല്ല പണിയാണിത്. കാരണം ഒരു കേസ് കൂടെ എടുക്കേണ്ടി വരും. പോക്സോ കേസ് എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ നല്ല കാര്യം, എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ മെഡിക്കൽ പരിശോധന ഉണ്ടെങ്കിൽ അടുത്ത കേസ് കൂടെ എടുക്കണം. അത് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട കേസുകളാണ്. ഇതുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കഴിയില്ല. ഇത് ഒരു ചീറ്റിംഗ് ഉണ്ട്, അതിനകത്ത് ഫ്രോഡുണ്ട്, അതിനകത്ത് തെഫ്റ്റ് ഉണ്ട്. ആ തെഫ്റ്റ് ഇവര് വീട്ടിൽ കയറിയില്ലെങ്കിൽ തെഫ്റ്റിന് കൂട്ടുനിന്നു. മോഷ്ടിച്ച കുട്ടി മൈനറായതുകൊണ്ട് ഇവർക്ക് 2 പേർക്കും 20 വയസ്സുകാരനായ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ നിയമപരമായ പല പ്രശ്നങ്ങളും ഇതിനകത്ത് തുടർച്ചയായിട്ടുണ്ടാവും. ഏതായാലും പോലീസിനടുത്ത് മാതാപിതാക്കൾ റിപ്പോർട്ട് ചെയ്തപ്പം കുട്ടിയെ എത്രയും പെട്ടെന്ന് എറണാകുളത്ത് നിന്ന് കണ്ടെത്തിയ പോലീസിന് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അത് പൂജപ്പുര പോലീസ് കൃത്യമായിട്ട് കൊച്ചിനെ ലൊക്കേറ്റ് ചെയ്ത് അതിനെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു. പക്ഷേ വീട്ടിലെ മോഷണത്തിന്റെ വകുപ്പനുസരിച്ചുള്ള കുറ്റകൃത്യത്തിൽ മാത്രമാണ് അവർ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത കേസുകൾ എടുക്കുന്നുണ്ടോ എന്നറിയില്ല, അതിനുള്ള എവിഡൻസ് ഉണ്ടോ എന്നും അറിയത്തില്ല. അത് കുട്ടിയെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്ത് മാത്രമല്ല, കുട്ടി എത്ര നാളത്തെ ബന്ധമുണ്ട് കുട്ടി ഈ ചെറുപ്പക്കാരുമായിട്ട്, അവരെ മെഡിക്കൽ പരിശോധന നടത്തണം. അതൊരു ഗൈനക്കോളജി ഡോക്ടറെ കൊണ്ട് തന്നെ നടത്തിക്കണം. ആ കാര്യങ്ങളും ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. യവന്മാർക്ക് ജാമ്യം കൊടുക്കാതിരിക്കണം. തീർച്ചയായിട്ടും ഇവരെ ഒന്നും സമൂഹത്തിലേക്ക് വിട്ടരുത്. കാരണം കുട്ടികളെ ഇതിനകത്ത് ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടിട്ട് ആ കുട്ടിയുടെ വീട്ടിലുള്ള സ്വർണ്ണം അടിച്ചു മാറ്റുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ തീർച്ചയായിട്ടും ഒരു 20 വയസ്സേ ഉള്ളെങ്കിലും വലിയ മേജറായിട്ട് ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഇവന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് മൈനറാണ്, 20 വയസ്സേ ഉള്ളൂ, ചെറുപ്പക്കാരാണ് എന്നൊന്നും കരുതരുത്. അതിശക്തമായ നടപടി ഇങ്ങനെയുള്ളവർക്ക് എടുക്കേണ്ടി വരും.